ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണിംഗ് നോട്ട്. ഈ വർഷത്തെ കീം എക്സാമിനുള്ള 60 ഡേയ്സ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏപ്രിൽ മെയ് 2 മാസമാണ് നമ്മുടെ കയ്യിലുള്ളത്. ഈ 2 മാസം കൊണ്ട് നമുക്ക് ഈ കീം എക്സാമിനുള്ള ഏറ്റവും ബെസ്റ്റ് പ്രിപ്പറേഷൻ തന്നെ ചെയ്യണം. അതിനുവേണ്ടി നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ നല്ല രീതിയിൽ ഉപകാരപ്പെടും എന്നുള്ളത് എനിക്ക് ഉറപ്പാണ്. സോ നമുക്ക് നോക്കാം സ്റ്റഡി പ്ലാനിലേക്ക്. യെസ്, ഏപ്രിൽ 1 മുതലാണ് നമ്മുടെ സ്റ്റഡി പ്ലാൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏപ്രിൽ 1 ടു ഏപ്രിൽ 30 നമ്മൾ ഒരു ടൈം ടേബിൾ ബേസ്ഡ് പ്രിപ്പറേഷൻ ആയിരിക്കും. ആ ടൈം ടേബിൾ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഇപ്പൊ കാണുന്നതായിരിക്കും. അപ്പോ ഫിസിക്സും കെമിസ്ട്രി മാത്സും ടോപ്പിക് വൈസ് ഓരോ ദിവസം ഏതൊക്കെ ടോപ്പിക് പഠിക്കണം എന്നുള്ളതാണ് ഈ ടൈം ടേബിൾ ബേസ്ഡ് പ്രിപ്പറേഷനിൽ നമ്മൾ പറഞ്ഞു തരുന്നത്. അങ്ങനെ ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്കും നമ്മൾ കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അതിനുശേഷം മെയ് 1 ടു മെയ് 20 റിവിഷൻ ഉള്ള സമയം. നമ്മൾ ജസ്റ്റ് പഠിച്ചാൽ മാത്രം പോരാ അല്ലെ, പഠിച്ച കാര്യങ്ങളൊക്കെ റിവൈസ് ചെയ്താലേ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ. അപ്പൊ 20 ഡേയ്സ് നമുക്ക് റിവിഷന് വേണ്ടിയിട്ടുള്ളതാണ്. അതിനുശേഷം മെയ് 21 മുതൽ 30 വരെയുള്ള സമയം മോക്ക് ടെസ്റ്റുകൾ ചെയ്യാനാണ്. നമ്മൾ എത്രയൊക്കെ പഠിച്ചാലും റിവൈസ് ചെയ്താലും അത് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. പ്രത്യേകിച്ച് ഈ വർഷം CBT ബേസ്ഡ് എക്സാം ആയതുകൊണ്ട് തന്നെ നമ്മൾ കൃത്യമായി മോക്ക് ടെസ്റ്റുകൾ അറ്റംപ്റ്റ് ചെയ്ത് പോയാലേ നമുക്ക് ടൈം മാനേജ് ചെയ്തുകൊണ്ട് പരീക്ഷ എഴുതാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ മെയ് 21 ടു 30 നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ചെയ്യാം. അതില് നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളതിനനുസരിച്ച് നമുക്ക് ഏതെങ്കിലും പോർഷൻസ് വീണ്ടും റിവൈസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് റിവിഷൻ ചെയ്യാനും കൂടെയുള്ള ഒരു 10 ഡേയ്സ് ആണ് 21 ടു 30. അപ്പൊ ഏപ്രിൽ 1 തൊട്ട് മെയ് 30 വരെയുള്ള കംപ്ലീറ്റ് സ്റ്റഡി പ്ലാൻ ആണ് ഇന്ന് നമ്മൾ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പൊ നമ്മളോടൊപ്പം നമ്മുടെ ക്രാഷ് കോഴ്സിൽ നമ്മൾ കൃത്യമായിട്ട് ഓരോ ദിവസം പഠിക്കേണ്ട ടോപ്പിക്സ് നമ്മൾ പറഞ്ഞു കൊടുത്ത് ഇതേ പ്ലാൻ തന്നെയാണ് നമ്മൾ ഫോളോ ചെയ്ത് നമ്മുടെ ക്രാഷ് കോഴ്സ് കൊടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും ഈ ഒരു മെത്തേഡിൽ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ടൈം ടേബിളിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മൾ ലേണിംഗിലുള്ള കോഴ്സുകളെ കുറിച്ച് കൂടെ ഞാനൊന്ന് പറഞ്ഞുതരാം. നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ക്രാഷ് കോഴ്സ് ഉണ്ട്, കീം 2024 ക്രാഷ് കോഴ്സ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയാൻ പോകുന്ന പ്ലാൻ അനുസരിച്ച് ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാം. ഓരോ ദിവസവും പഠിക്കാനുള്ള ടോപ്പിക്സ് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് വരും. കംപ്ലീറ്റ് ലെക്ചേഴ്സ്, MCQs, അതിന്റെ മെറ്റീരിയൽസ് കൂടാതെ മോക്ക് ടെസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നിങ്ങൾക്ക് ഇതിൽ MCQs മോക്ക് ടെസ്റ്റും മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മുടെ സ്പെഷ്യൽ കോഴ്സ് പർച്ചേസ് ചെയ്യാം. ടെസ്റ്റ് സീരീസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ ടെസ്റ്റ് സീരീസിന് മാത്രമായിട്ടും കോഴ്സ് അവൈലബിൾ ആണ്. ഇനി നിങ്ങൾക്ക് സബ്ജക്ട് വൈസ് ആയിട്ടുള്ള കോഴ്സാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്സിനും കെമിസ്ട്രിക്കും മാത്സിനും സബ്ജക്ട് വൈസ് കോഴ്സുകളും സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അതനുസരിച്ച് നമ്മുടെ ലേണിംഗിനോട് ജോയിൻ ചെയ്യാം. യെസ്, ഹിയർ ഈസ് അവർ ടൈം ടേബിൾ. സോ സി, നമ്മൾ ഓരോ ദിവസവും ഏതൊക്കെ സബ്ജക്ട് ഏതൊക്കെ ടോപ്പിക്കാ പഠിക്കണേ എന്നുള്ളതാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഓരോ ദിവസം നമ്മൾ 2 സബ്ജക്ട് എടുത്തിട്ടുണ്ട്. ഇതില് ബ്ലാക്കിൽ കൊടുത്തിരിക്കുന്ന മാത്സ്, റെഡിൽ കൊടുത്തിരിക്കുന്ന ഫിസിക്സ്, ബ്ലൂവിൽ കൊടുത്തിരിക്കുന്നത് കെമിസ്ട്രി ആണ്. അപ്പൊ ഓരോ ദിവസവും നിങ്ങൾ ഈ ടോപ്പിക് വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ 30 ആവുമ്പോഴത്തേക്ക് നമുക്ക് കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ പറ്റുന്നുള്ളത് ഷുവർ ആണ്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഏപ്രിൽ 1 സെറ്റ്സ്, റിലേഷൻസ്, ഫംഗ്ഷൻസും ഫിസിക്കൽ വേൾഡ് ആൻഡ് മെഷർമെന്റ്. ഏപ്രിൽ 2 കൈനമാറ്റിക്സ്, ദെൻ കെമിസ്ട്രിന്ന് ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി ആൻഡ് സ്ട്രക്ചർ ഓഫ് ആറ്റം. April 3 again maths chemistry and complex numbers, then chemistry classification of elements and periodicity in property, chemical bonding and molecular structure. April 4 sequence and series maths physics laws of motion. April 5 work, energy and power, states of matter. April 6 permutation combination, then thermodynamics and equilibrium. April 7 binomial theorem and mathematical induction, motion of system of particles and rigid body. April 8 gravitation, then redox reaction and electrochemistry solutions. April 9 matrices and determinants, chemical kinetics. April 10 linear inequalities, properties of bulk matter. ഇത് എന്തിനാ ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടിരിക്കുന്നത്? ഒരേ സബ്ജക്ട് തന്നെ പഠിച്ച് നമുക്ക് ബോറടിക്കും അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാ സബ്ജക്റ്റും ഒരേപോലെ പഠിച്ചു പോകാനും സാധിക്കും, ഒരു മടുപ്പ് ഉണ്ടാവുകയും ചെയ്യില്ല. ആദ്യം ഫിസിക്സ് പഠിച്ചു, പിന്നെ മാത്സ്, പിന്നെ കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പഠിച്ചൊക്കെ മറന്നു. പക്ഷെ ഇവിടെ നമ്മൾ എന്താണ് എല്ലാം കൂടെ ഷഫിൾ ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു സബ്ജക്ട് മാത്രം പഠിക്കുന്ന ഒരു മടുപ്പ് ഉണ്ടാവില്ല. ഓക്കെ, ഇനി നമുക്ക് അടുത്ത 10 ഡേയ്സ് നോക്കാം. April 11 mathematical reasoning, surface chemistry. April 12 thermodynamics and S block elements. April 13 trigonometric functions, behavior of perfect gas and kinetic theory. April 14 trigonometric functions of multiple and submultiple numbers, P block elements. April 15 inverse trigonometric functions, D and F block elements. April 16 oscillations and waves, coordination, compounds and principles of and process of isolation of elements.
April 17, lines and family of lines, electrostatics. April 18, condensations, organic chemistry. April 19, current, electricity, hydrocarbon. April 20, vectors. Then magnetic effects of current and magnetism. And last 10 days, April 21, three-dimensional geometry, haloalkenes and haloarenes, alcohols, phenols and ethers. April 22, electromagnetic induction and alternating currents, aldehydes, ketones and carboxylic acids. April 23, statistics and probability, electromagnetic waves. April 24, optics, organic compounds containing nitrogen. April 25, functions, limits and continuity, dual nature of matter and radiation. April 26, differentiation and application of derivatives, atoms and nuclei. April 27, electronic devices and biomolecules. April 28, indefinite integrals and polymers. April 29, communication systems, chemistry in everyday life. April 30, linear programming, environmental chemistry. അങ്ങനെ April 30th ആവുമ്പോഴത്തേക്കും നമ്മുടെ കംപ്ലീറ്റ് സിലബസ് ഫിസിക്സ് കെമിസ്ട്രി ആൻഡ് മാത്സ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഇതേ പാറ്റേണിൽ മക്കൾ പഠിച്ചു പോയാൽ മതി. ഓക്കെ, ഇനി May 1 to 20 റിവിഷൻ ഉള്ള സമയം. അപ്പൊ നമ്മൾ നേരത്തെ ടൈം ടേബിൾ ഒക്കെ പറഞ്ഞെങ്കിലും അതിന്റെ ഇടയിൽ വിഷു വരുന്നുണ്ട്, പെരുന്നാൾ വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഇടയ്ക്ക് ഏതെങ്കിലും ദിവസമൊക്കെ നമുക്ക് പഠിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പോർഷൻ ഒന്നും നമുക്ക് കവർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഈ റിവിഷൻ സമയത്ത് നമുക്ക് അതൊക്കെ കവർ ചെയ്യാം. അപ്പൊ ഇവിടെ May 1 to May 20 ഞാൻ മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ആ ഓർഡറിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ ടൈം ടേബിളിൽ ഏതെങ്കിലും ചാപ്റ്റേഴ്സ്, ഏതെങ്കിലും യൂണിറ്റ് നമുക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ലെങ്കിൽ, വീണ്ടും ഒന്നുകൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയം കൃത്യമായി ഓരോ സബ്ജക്റ്റിനും ഈക്വൽ ആയി ഡിവൈഡ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കാം. മാർക്കിന്റെ വെയിറ്റേജ് വ്യത്യാസം ഉണ്ടെങ്കിലും പഠിക്കാൻ ഒരുപാടുണ്ട് എല്ലാ സബ്ജക്റ്റിലും, അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ്. കാരണം നമുക്ക് നേരത്തെ തന്ന ടൈം ടേബിളിൽ ഏതെങ്കിലും പഠിച്ച് കഴിയാത്തതുണ്ടെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. അതെല്ലാം നമ്മൾ കൃത്യമായി ടൈം ടേബിളിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസവും മാത്സ് ഫിസിക്സ് കെമിസ്ട്രി എന്നുള്ള രീതിയിൽ ആ സബ്ജക്റ്റിൽ നമുക്ക് ബാക്കി പഠിക്കാനുള്ളതോ റിവൈസ് ചെയ്യാനുള്ളതോ നമുക്ക് റിവൈസ് ചെയ്ത് പോവാം May 20 വരെ. ഓക്കെ, ഇനിയുള്ള 10 days എന്ന് പറയുന്നത് ടെസ്റ്റ് സീരീസുകൾക്കും ഫൈനൽ റിവിഷനും ഉള്ളതാണ്. അപ്പൊ നമ്മുടെ ലേണിംഗ് നോവൽ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ സബ്ജക്റ്റിലും യൂണിറ്റ് വൈസ് ആയിട്ട് നമ്മൾ ടെസ്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൂടാതെ നമ്മൾ ഫിസിക്സ് മാത്രമുള്ള ടെസ്റ്റ്, കെമിസ്ട്രി മാത്രമുള്ള ടെസ്റ്റ്, മാത്സ് മാത്രമുള്ള ടെസ്റ്റുകൾ, സബ്ജക്ട് വൈസ് ടെസ്റ്റുകളുണ്ട്. അതിനുശേഷം നമ്മൾ 150 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട്, അതായത് നമ്മൾ എങ്ങനെയാണോ കീം എക്സാം എഴുതുന്നത്, ഈ വർഷം നമുക്ക് 150 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആ ഒരു 150 ക്വസ്റ്റ്യൻസ് പാറ്റേണിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് വെയിറ്റേജ്, കൃത്യമായി വെയിറ്റേജ് വെച്ചുകൊണ്ടുള്ള മോഡൽ ടെസ്റ്റുകളും നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ടെസ്റ്റുകൾ ചെയ്യാനുള്ള സമയമാണ് May 21 to 30. അപ്പൊ ആ സമയത്ത് ടെസ്റ്റുകൾ ചെയ്യുമ്പോൾ നമുക്ക് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് അറിയാത്തതുണ്ടെങ്കിൽ അത് പഠിക്കുക എന്നുള്ളത്, അതിന് ഫൈനൽ റിവിഷൻ ഉള്ള ഒരു സമയം കൂടെ ഈ May 20 to 30 നിങ്ങൾക്ക് ചെയ്യാം. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾ കൃത്യമായി പഠിച്ചു കഴിഞ്ഞാൽ ഫോർ ഷുവർ നമുക്ക് നല്ല രീതിയിൽ തന്നെ കീം എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പൊ ഈ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കീം റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും ഇതുപോലെ നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റഡി പ്ലാൻ, സ്റ്റഡി ടിപ്സും ഫ്രീ ക്ലാസ്സസും എല്ലാം നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം മതി. നമ്മുടെ കോഴ്സുകൾ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. താങ്ക് യു.